850 പാങ്ങളെ പാങ്ങളല്ലേ നടക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 2000-ഓളം കെട്ടിച്ച് 2000 കഴിഞ്ഞു. ഒരു 10 ദിവസം കട വിഷമൊന്നുമില്ല, ഒന്നുമില്ല അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. പാവങ്ങളെ ദുആണ്ടേ ഒരുപാട് വർഷമായി. അൽഹംദുലില്ലാഹ്. ഒരു 10 ദിവസം കടല്ല, ഇതുവരെ അള്ളാഹ് കൊടുക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 850 ആളുകൾ, 850 പിന്നെ വധൂവരന്മാരുടെ വിവാഹം ഒരു വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നത്. അതും പാവപ്പെട്ട ആളുകൾക്ക് മുഴുവനായിട്ടും ഇവരുടെ കല്യാണം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പാടന്തറ മർക്കസിൽ വെച്ചാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പക്ഷേ അബ്ദുസ്സലാം ഉസ്താദ് ഇതിൻ്റെ എല്ലാം 2014 മുതൽ ഏകദേശം 2000-ഓളം പാവപ്പെട്ടവരെ ഇവിടെ നിന്നും എന്താ പറയുക കല്യാണം കഴിക്കാൻ വേണ്ട സപ്പോർട്ട് ചെയ്ത് കെട്ടിച്ചയച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ 850 പേരല്ലേ? 850 പേരെ. വീഡിയോ മിസ് ചെയ്യരുത്, ഉസ്താദിനെ നമ്മൾ കാണിക്കും. ഇതൊരു വലിയൊരു എന്താ പറയുക വേദിയാണിത്, വലിയ അനുഗ്രഹിക്കപ്പെട്ട വേദിയാണ് തീർച്ചയായിട്ടും. ഓക്കെ. അതേപോലെ തന്നെ 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട് അല്ലേ? 1 ലക്ഷത്തിന് മേലെ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ തിരക്കിനിടയിൽ ഉസ്താദിനെ കിട്ടിയതിൽ വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ്. ഞങ്ങളങ്ങനെ അൽഹംദുലില്ലാഹ് 850 പാങ്ങളല്ലേ നടക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 2000-ഓളം കെട്ടിച്ച് 2000 കഴിഞ്ഞു. ഒരു 10 ദിവസം കട വിഷമൊന്നുമില്ല, ഒന്നുമില്ല അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. പാവങ്ങളെ ദുആണ്ടേ ഒരുപാട് വർഷമായി. അൽഹംദുലില്ലാഹ്. ഒരു 10 ദിവസം കടല്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാനും ഷാവുലൊക്കെ ആ ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇങ്ങനെ കൂടുതലൂരൊക്കെ വലിയ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാലും നിങ്ങൾ ഇന്നത്തെ ഒരു തിരക്ക് ഇപ്പോൾ നാളെയുള്ള നടത്തുന്നത് പക്ഷെ ഒന്നും അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ മുഖത്തൊന്നും കാണുന്നില്ല, റിലാക്സാ. അത് പഠിച്ചതിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരായി പറഞ്ഞ എല്ലാവരെയും അള്ളാഹ് പഠിച്ചതിനല്ല എല്ലാവരെയും. ഇപ്പോൾ പാവങ്ങളെ രക്ഷപ്പെടുന്ന കരകയറ്റം 2014 ആയിരക്കണക്കിന് പാവങ്ങളാണ് ജീവിതമല്ലാതെ. ഒരു വീട്ടിൽ 3-4 പെൺകുട്ടികൾക്ക് 30-35 വയസ്സായ പെൺകുട്ടികൾക്ക് പുര നിറഞ്ഞു കിടക്കുക. മുസ്ലിമാട്ടെ അമുസ്ലിമാട്ടെ വീടുകൾ ഇത് ചായത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പാവങ്ങൾ പാടികൾ എന്നറിയും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി കണ്ട് ഇറങ്ങി എന്തെങ്കിലും വഴി കാണണമല്ലോ കണ്ട് ഇറങ്ങിയതാണ്. അന്നൊരു ഇതിൻ്റെ ഒരു 20 നമ്മൾ പാടത്തറ മർക്കസിൻ്റെ 20ാം വാർഷികം നടത്തേണ്ട 20 കുട്ടികളെ കരുതിയതാണ്. അതാണിപ്പോൾ നീ 2000 എത്തിയത്. അല്ലാ അങ്ങോട്ട് ഒരുങ്ങി ഉസ്താനത്ത് ചെന്ന് പറഞ്ഞു, ഷെയ്ഖുനാനോട് ചെന്ന് പറഞ്ഞു, ഒക്കെ വിജയിക്കുമെന്ന് പറഞ്ഞു. സംഭവം കണ്ടിറങ്ങി. അൽഹംദുലില്ലാഹ്. ഉസ്താദ് അന്ന് സന്തോഷത്തോടെ ബർക്കത്തിന് ഒരു പൈസയും കയ്യിൽ തന്ന് കണ്ടിറങ്ങാറ്റ ഒരു ജീവിതം കിട്ടിയ വലിയ ഹൈറല്ലേ. അപ്പോൾ 2000 കഴിഞ്ഞു. ഒരു വിഷമമില്ലാതെ എല്ലാ കുടുംബങ്ങളും പ്രായത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇപ്പോൾ നല്ലൊരു പ്രതിസന്ധി വന്നു. അപ്പോഴും ഒരു ഷെയ്ഖുനും എല്ലാവരും കൂടെ കരകയറ്റാൻ എല്ലാവരും കണ്ടിറങ്ങി, എല്ലാവരും കണ്ടിറങ്ങി. ഇതുവരെ അള്ളാഹ് കൊടുക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. അള്ളാഹു ഒരു വഴി കാണുമല്ലോ ഈ പാവങ്ങൾക്ക് ജീവിതത്തിന്. ഒരു വിഷമമില്ല, ഒരു പ്രയാസമൊന്നുമില്ല. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ മലയാളികളാണ് കൂടുതൽ. നമ്മൾ മലപ്പുറത്തു നിന്നൊക്കെ ഒന്ന് കൂടുതൽ താമസിച്ച മലയാളികൾ കൂടുതൽ. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ചില ഭാഗം, പിന്നെ ഗുണ്ടൽപ്പെട്ട ഭാഗത്ത് കുറച്ച് ഭാഗം ഇവിടുന്ന് കെട്ടിച്ച് വീട്ടിലുണ്ടായ മക്കളൊക്കെയാണ്. പിന്നെ നമ്മൾ മലപ്പുറത്ത് ചില നമ്മൾ വേഴ്ക്കടവ് ഏരിയകൾ, മേപ്പാടി ഭാഗത്ത് കുറച്ച് വരുന്നുണ്ട്. ഇതിൽ ഒരു സംഭവം എന്താ പറയുക ഉസ്താദ് ചെയ്യുന്നത്, ഇപ്പോൾ അവർ ക്ഷേത്രത്തിൽ ഹിന്ദു മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ അവരുടെ ചര്യ അതുപോലെ തന്നെ നടക്കുക ആണല്ലേ. അവരുടെ മതത്തിൽ എന്താ പറയുക അതുപോലെ അവർ ചെയ്യുക. എന്നിട്ട് അവർ സന്തോഷമായിട്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കില്ലേ. നല്ലൊരു അനുഭൂതിയാണ്. എന്തായാലും അവരുടെ മതം അനുസരിച്ച് ഇങ്ങനെ റായത്തായിട്ട് ജീവിച്ചു പോകുമ്പോൾ എല്ലാവരും നല്ല സഹകരണമാണ്. പാവപ്പെട്ടവൻ എന്നാണ് ഇതിൻ്റെ മെയിൻ. അതെ, മാനദണ്ഡം 100% പാവപ്പെട്ട, അല്ലാതെ വേറെ ജാതി മതം ഒന്നുമില്ല. വളരെ സന്തോഷത്തിലാണ്. 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പറഞ്ഞത്. 1 ലക്ഷത്തോളം പേർക്ക് ഇപ്പോൾ ഭക്ഷണം ഉണ്ട്. ഞങ്ങളിപ്പോൾ പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾ ഫ്രണ്ട്സുകൾ ദുബായിൽ സൗദിയിലുള്ള ആൾക്ക് വിളിച്ചിരുന്നു. അവരുടെ റിലേറ്റീവ്സൊക്കെ ഈ യുദ്ധത്തിൻ്റെ തിരക്കിലും ഇതിൽ പങ്കെടുക്കാനായിട്ട് അവിടുന്ന് പല ആളുകളും വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വിളിച്ച് എവിടെയൊക്കെ പോകണം, കുറേ കോള് വന്നേ. അപ്പോൾ ഒക്കെ എല്ലാവർക്കും അറിയാം ജീവിതമല്ലേ ഇപ്പോൾ 850 പാവങ്ങൾക്കൊരു ജീവിതം കിട്ടല്ലേ. എനിക്ക് തോന്നുന്നത് സന്തോഷത്തിൻ്റെ കൂട്ടായ്മ.
എന്താ ഷാവിലെ ഈ ഒരു വർഷത്തിന് 850 ആണേനും അതേപോലെ ലോകത്തിന് പ്രത്യേകിച്ച് അറബ് നാടുകളിലൊക്കെ എല്ലാം നല്ല പ്രതിസന്ധി ഘട്ടം. നമ്മൾ ഉറപ്പിക്കുമ്പോഴേ പകുതി പോലും ഇല്ല സ്വർണത്തിനൊക്കെ. ഇപ്പം അതിനെ നേരെ ഇരട്ടിയല്ലേ, ഇരട്ടിയായി സ്വർണ്ണമൊക്കെ. നമ്മളെ ഇത്രയും കാലം 5 പവനൊക്കെ കൊണ്ടും കൊടുത്തു, 5 പവൻ കൊടുക്കും, പിന്നെ ഡ്രസ്സ് കൊടുക്കും, 5 പവൻ കൊടുക്കും. ഇപ്പൊ പിന്നെ നമ്മള് ഇപ്പൊ ഈ വർഷം നമ്മൾ കുറച്ചൊന്ന് കുറക്കണം. ഈ 2000 കുടുംബത്തിൽ നമ്മൾ 5 പവന് കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയാപ്പിളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഈ പാവപ്പെട്ട കുട്ടികളല്ലേ, അപ്പോൾ വീട്ടിൽ റൂമിൻ്റെ സൗകര്യത്തിനുള്ള 25,000 ഉറുപ്പിയുടെ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല റാത്രി തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ അവസ്ഥ അനുസരിച്ച് കുറച്ച് കുറക്കേണ്ടി വരും, എന്നാലും വേണ്ടിയില്ല, അള്ളാഹു തആല കൊടുക്കില്ല എന്നുള്ള. ഈ പാവങ്ങളെ പടച്ചത് റബ്ബല്ലേ, അള്ളാഹു അർഹമുർ റഹീമീനാണെന്നുള്ള. അൽഹംദുലില്ലാ ഈ നാട്ടിലുള്ള സാധു പ്രവർത്തകരെല്ലാവരും പഠിച്ചിട്ടാണ് ഈ പണിക്ക് ചെയ്തത്. പിന്നെ എല്ലാം ആണ് പറയാൻ പറ്റുമല്ലോ വെച്ചിട്ടാണ്. അത് ശരിക്കും പഠിച്ചിറങ്ങി ചെയ്ത് തന്നെയാണ് എല്ലാ പ്രവർത്തകരും ഉസ്താദുമാരും. ഈ നാട്ടിലെ ജാതി മത വ്യത്യാസമല്ല, എല്ലാവരും ഉണ്ടാകും. നാളെ കാണാം ഒക്കെ പൊട്ടിവെച്ച കുറേ ചെറുപ്പക്കാർ കുട്ടികൾ വളണ്ടിയർമാരായിട്ടുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. ഇന്ന് തന്നെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതൊരു ഒരു ഒരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രമാണ്, ഒരു ചരിത്ര മുഹൂർത്താണത്. ഒരു സംശയമില്ല. ഏതായാലും നിങ്ങളെ കൂടെ സംസാരിക്കാൻ പറ്റിയ ഷെയ്ഖുനാൻ്റെ ഒരു സുൽത്താനുമ്മയുടെ ഷെയ്ഖുന നല്ല ദ്വാരം തരും. അപ്പോൾ ആ ധൈര്യത്തിൽ ആണ് വരും. പിന്നെ ഓരോ ഘട്ടം എത്തുമ്പോൾ നല്ല മനസ്സമാധാനം, നല്ല മനക്കരുത്ത് ഉണ്ടാക്കി തരും. ആ ഒരു ഇത് തന്നെയാണ്. അതെ, നമ്മളൊക്കെ ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും സന്തോഷം എന്താ വെച്ചാൽ 10 ദിവസം കടല്ല. ഇത്രയും പാവങ്ങളെ ഒരേ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ കടമുണ്ട്. കഴിഞ്ഞിട്ട് കടയായ പിന്നെ ഒന്ന് പേടിക്കുമല്ലോ. അപ്പോൾ ഒരു വയസ്സാകുമ്പോൾ കുറച്ച് ഉമ്മാനോട് ചോദിച്ചു, വയസ്സായ ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ ദ്വാരക്കണട്ടാറ്. അപ്പോൾ ആ ഉമ്മ നെഞ്ഞത്തിന് കഴിഞ്ഞു, മോനെ അല്ല കൊടുക്കൂല ട്ടാറ്, അല്ല ഒരിക്കലും കൊടുക്കൂല. ആ ഉമ്മൻ്റെ ഒരു കൈ കിട്ടല് അത് മാസങ്ങളായപ്പോൾ ഒക്കെ വിടുകയും ചെയ്തു. എല്ലാ റായത്തുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഈ പാവങ്ങളെ കൊണ്ട് ധാരിപ്പിക്കട്ടാ. എന്നോട് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരു വെൽവിഷർ, എൻ്റെ ഒരു കസിൻ ഉണ്ട് ദുബായിൽ, ബിസിനസ്സാണ്, നിസാം എന്ന പേര്, കോട്ടക്കലാണ്. അവരാണ് ഇങ്ങനെ പിന്നെയും ഓർമ്മിപ്പിച്ചത്. ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇങ്ങോട്ട് എത്താൻ. കേട്ടാ ഞങ്ങളെ കുറിച്ച് കേട്ടിക്കണേ, സാദിഖ് മാഷൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് സന്തോഷം. ഏതായാലും വളരെ സന്തോഷം. പിന്നെ ഞാൻ ഉസ്താദിൽ പിന്നെയും കാണുന്ന അൽഹംദുലില്ലാ മനസ്സൊന്നും വേറെ എവിടേക്കും പോകണില്ല എന്നുള്ള. വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ മാസങ്ങളോളം ആ ടെൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഉസ്താദിൻ്റെ മുഖത്ത് വളരെ പ്രസന്ന ഭാവം, സന്തോഷം, സമാധാനം. അൽഹംദുലില്ലാ പഠിച്ചു ഇനിയും അങ്ങനെ നൽകട്ടെ. വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയായിരിക്കാം ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരുത്തം. അതൊരു നമ്മളെ കൊണ്ടൊന്നും സാധിക്കൂല കേട്ടോ. അതാണ് പറഞ്ഞത്, വേറൊരു ചിന്ത ഒന്നുമില്ല, ഒക്കെ നടക്കും. അല്ലെന്നില്ല ഞങ്ങളെ കാണാൻ പറ്റിയാലും വലിയ സന്തോഷം. നമ്മളെ ചാനൽ ഇവിടെയാണ് ഭക്ഷണം പാചകം. ഏകദേശം 1,00,000 പേർക്കുള്ള കണ്ടെയ്നർ തയ്യാറാവും. കോൺഫിഡന്റ് ആണ്. പിന്നെന്താ, നല്ല ടീമുണ്ട്. ഒക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ പേര് എൻ്റെ പേര് ഷാജാൻ. നല്ലൊരു ടീമുണ്ട് നിങ്ങളുടെ. അനിയനും അളിയന്മാരും പിന്നെ നാട്ടുകാരും പിന്നെ ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്, ബീഫ് ബിരിയാണി ആണല്ലേ. ഇൻചാർജിലുള്ള വളണ്ടിയർമാരാണിത്. ഫുഡിന്റെ ഇൻചാർജുള്ള വോളണ്ടിയർമാരുടെ മീറ്റിംഗ് ആണ്. പ്രാർത്ഥനയോട് കൂടി തുടങ്ങാണല്ലോ, ചർച്ച തുടങ്ങുകയാണ്. അവർക്കുള്ള പിന്നെ എന്തൊക്കെ ഡ്യൂട്ടി, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ ഇനി അവർ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളത് നിർദ്ദേശം നൽകും. അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങി നാളെ 2 മണി വരെ ഉറക്കൊഴിച്ചവർ ഫുള്ളായിട്ട് സജ്ജരായിരിക്കും. ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങളാണ് പാടന്തറ മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും പിന്നെ പല രീതിയിലും ഇവരുമായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം.